BMC ന്യൂസ് ലൈവ് ഫ്രം കൊച്ചി മലയാളം വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് കൊച്ചിൻ കലാഭവൻ അങ്കമാലി ഫ്രാഞ്ചൈസ് പവർഡ് ബൈ ഹീൽ ലൈഫ് തോട്ടക്കാട്ടുകര നസ്രത്ത് വില്ലാസ് ആൻഡ് BMC പ്രൊഡക്ഷൻ അങ്കമാലി. നമസ്കാരം, BMC റേഡിയോ മലയാളം വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ ധനു കൃഷ്ണ. കനാലിന്റെ സംരക്ഷണ ഭിത്തിയിടിഞ്ഞ് വർഷങ്ങളായിട്ടും ഭിത്തി കെട്ടാൻ നടപടിയില്ലാത്തത് പ്രതിഷേധത്തിന് ഇടയാക്കുന്നു. സംരക്ഷണ ഭിത്തിക്ക് പുറമെ റോഡും ഇടിഞ്ഞു തുടങ്ങി. ചെറിയ പത്തായ തോടിനോട് ചേർന്നുള്ള നെല്ലിക്കടവ് മാങ്ങാചാപ്ര മുതൽ ചിറളായി കടവ് വരെ നീളുന്ന ഭാഗത്തെ കനാലിന്റെ സംരക്ഷണ ഭിത്തിയാണ് പലയിടങ്ങളിലായി തകർന്നത്. ഭിത്തിയില്ലാത്ത ഭാഗങ്ങൾ അപകട ഭീതി ഉയർത്തുന്നുണ്ട്. കനാലിനോട് ചേർന്ന റോഡ് 3 വർഷത്തോളമായി പൈപ്പ് സ്ഥാപിക്കുന്നതിനായി പൊളിച്ചിട്ടിരിക്കുകയാണ്. ഇതുവഴി യാത്ര ദുഷ്ഭാഗങ്ങളിൽ റോഡ് കനാലിലേക്ക് ഇടിയുന്നതും ഭീതി ഉയർത്തുന്നു. നെല്ലുകടവിൽ സ്കൂട്ടർ സൈക്കിൾ യാത്രക്കാർ തോട്ടിലേക്ക് വീണ സംഭവങ്ങളുമുണ്ട്. തകർന്ന റോഡ് കാരണം വർഷങ്ങളായി യാത്രാ ദുരിതം അനുഭവിച്ചു വരികയാണ് നാട്ടുകാർ. പലതവണ അധികൃതരോട് പരാതിപ്പെട്ടിട്ടും ഇതുവരെ നടപടികൾ ഉണ്ടാകുന്നില്ലെന്നും പ്രദേശവാസികൾ പറയുന്നു. യാത്രാ ദുരിതം പരിഹരിക്കാൻ അടിയന്തരമായ റോഡ് നവീകരണത്തിനും കനാലിന് സംരക്ഷണ ഭിത്തി കെട്ടുന്നതിനും നടപടി സ്വീകരിക്കണമെന്നും നാട്ടുകാർ ആവശ്യപ്പെടുന്നു. 14 കിലോ കഞ്ചാവുമായി 4 പേർ പിടിയിലായി. കാലടി നെട്ടിനംപിള്ളി, മാണിക്യമംഗലത്ത് കാരിക്കോട്ട് ശ്യാംകുമാർ, കോടനാട് മുടക്കുഴ കാത്തിരത്തിങ്കൽ സ്വദേശികളായ ഒഡീഷ കണ്ടമൽ പവിത്ര പർസദ്, വിജയ് നായക് എന്നിവരെ റൂറൽ ജില്ലാ ഡാൻസ് ഓഫ് ടീമും പെരുമ്പാവൂർ SPയുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘവും തടിയിട്ടപ്പറമ്പ് പോലീസും ചേർന്ന് പിടികൂടി. ജില്ലാ പോലീസ് മേധാവി ഡോക്ടർ വൈഭവ് സക്സേന ലഭിച്ച രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിലാണ് 2 കഞ്ചാവ് പിടികൂടിയത്. ഒഡീഷയിൽ നിന്ന് അന്തർസംസ്ഥാന തൊഴിലാളികളെ കൊണ്ടുവരുന്ന വാഹനത്തിലാണ് മലയാളികളായ 2 പേർ 9 കിലോ കഞ്ചാവ് കടത്തിയത്. ഓടക്കാലി ഭാഗത്തേക്കാണ് തൊഴിലാളികളെ കൊണ്ടുവന്നത്. പെരുമ്പാവൂർ ഭാഗത്ത് വാഹനം തടഞ്ഞു നിർത്തിയാണ് പരിശോധന നടത്തിയത്. പ്രത്യേക കവറുകളിൽ പൊതിഞ്ഞ നിലയിലായിരുന്നു കഞ്ചാവ്. ഇവർ ഇതിനു മുൻപും കഞ്ചാവ് കൊണ്ടുവന്നിട്ടുണ്ടോ എന്ന് പോലീസ് പരിശോധിക്കുന്നുണ്ട്. ഒഡീഷ കണ്ടമാൽ സ്വദേശികളെ 5 കിലോ കഞ്ചാവുമായി പഴങ്ങനാട് ഭാഗത്ത് നിന്നാണ് പിടികൂടിയത്. സൗത്ത് കളമശ്ശേരിയിലെ കമ്പനിയിൽ ജോലി ചെയ്തിരുന്ന പ്രതികൾ നാട്ടിൽ നിന്ന് കഞ്ചാവ് എത്തിച്ച് വിൽപ്പന നടത്തി വരികയായിരുന്നു. ഞായറാഴ്ച പുലർച്ചെ ട്രെയിൻ മാർഗം കളമശ്ശേരിയിൽ കഞ്ചാവുമായി എത്തിയ വിജയ് നായിക്, പവിത്ര പർസദ് എന്നിവർ പഴങ്ങനാട് ഭാഗത്ത് വിൽപ്പനയ്ക്കായി എത്തുകയായിരുന്നു. ഓണത്തോടനുബന്ധിച്ചായിരുന്നു പരിശോധന. SP മോഹിത് റാവത്ത്, നാർക്കോട്ടിക് സെൽ ഡിവൈഎസ്പി ഷംസ് എന്നിവരുടെ നേതൃത്വത്തിലാണ് പ്രതികളെ പിടികൂടിയത്. കോവിഡാനന്തര കാലഘട്ടത്തിൽ ജീവിതശൈലി രോഗങ്ങളുള്ളവർക്ക് സന്തുലിതമായ ആരോഗ്യ പരിപാലനത്തിന് ആലുവയ്ക്കടുത്ത് തോട്ടക്കാട്ടുകര ജംഗ്ഷനിൽ ഹീൽ ലൈഫ് തുറന്ന പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഫിസിയോതെറാപ്പി, സൈക്കോളജി, ആയുർവേദ ചികിത്സകൾക്കായി 8089011772 ബന്ധപ്പെടാവുന്നതാണ്. എറണാകുളം ജില്ലയിൽ ഓണമേളവുമായി കുടുംബശ്രീ വിപണന മേളകൾ. ഗുണനിലവാരമുള്ള ഉൽപ്പന്നങ്ങൾ മിതമായ വിലയിൽ നൽകി തിരുവോണത്തെ കളറാക്കലാണ് മേളയുടെ ലക്ഷ്യം. ഒപ്പം പൊതുവിപണിയിലെ വിലക്കയറ്റത്തിൽ നിന്നും ഉപഭോക്താക്കളെ സഹായിക്കുക എന്ന ദൌത്യവുമുണ്ട്. ജില്ലയിലെ മുഴുവൻ CDSകളും വിപണന മേളകൾക്കായി ഒരുങ്ങിക്കഴിഞ്ഞു. ജില്ലാതല ഓണം വിപണന മേള ചൊവ്വാഴ്ച മുതൽ ശനിയാഴ്ച വരെ കാക്കനാട് കളക്ടറേറ്റ് ഗ്രൗണ്ടിലാണ് നടക്കുന്നത്. അയൽക്കൂട്ടടിസ്ഥാനത്തിലുള്ള മേളകൾ തിങ്കളാഴ്ച മുതൽ തിരുവോണം വരെയും നടക്കും. ഉത്സവകാലം ആഘോഷമാക്കാൻ ഒരു വീട്ടിലേക്ക് ആവശ്യമായ മുഴുവൻ ചേരുവകളും ഒറ്റ കുടക്കീഴിൽ ഒരുക്കുന്ന വിധമാണ് മേളകളുടെ ക്രമീകരണം. ഉപ്പുതൊട്ട് കർപ്പൂരം വരെയുള്ള വീട്ടുസാമഗ്രികളും പച്ചക്കറികളും പഴങ്ങളും പൂക്കളുമൊക്കെയായി ആവശ്യക്കാർക്കായി മേളയിലെത്തും. ജില്ലയിലെ 102 CCSകളിലും ജില്ലാ തലങ്ങളിലുമായി 205 ഓണച്ചന്തകളാണ് സംഘടിപ്പിക്കുന്നത്. ഇതുവഴി കുടുംബശ്രീ സംരംഭകരുടെ ഉൽപ്പന്നങ്ങളും വിഷരഹിത പച്ചക്കറികളും മറ്റും മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളും വിപണിയിൽ എത്തിക്കും. ഓരോ പഞ്ചായത്ത് നഗരസഭകളിലും അതത് CDSകളുടെ നേതൃത്വത്തിലുമാണ് ചന്ത സംഘടിപ്പിക്കുന്നത്. എല്ലാ ദിവസവും രാവിലെ 9 മുതൽ വൈകിട്ട് 5 വരെയാണ് പ്രവർത്തിക്കുന്നത്. തിരക്കനുസരിച്ച് സമയം വർദ്ധിപ്പിക്കാനും തീരുമാനമുണ്ട്. ഡെങ്കിപ്പനി വ്യാപനവും മരണ റിപ്പോർട്ടുകളും കൊച്ചിയിലെ വിനോദസഞ്ചാര മേഖലയ്ക്ക് തിരിച്ചടിയാകുന്നു. ഓണാഘോഷത്തോടനുബന്ധിച്ചും സീസൺ ആരംഭിച്ചതിനാലും സഞ്ചാരികളുടെ വരവ് തുടങ്ങിയ സമയത്ത് ഉടലെടുത്ത പ്രതിസന്ധി മറികടക്കാനുള്ള ശ്രമത്തിലാണ് ടൂറിസം മേഖലയിലുള്ളവർ. ഓണാഘോഷമില്ലെന്ന പ്രചാരണങ്ങൾക്ക് പിന്നാലെ പനി പകർച്ച കൂടി പ്രചാരത്തിലായതോടെ ആശങ്ക ഏറിയിരിക്കുകയാണ്. ജില്ലയുടെ വിവിധ മേഖലകളിൽ ഡെങ്കിപ്പനി വ്യാപിക്കുന്നത് നവമാധ്യമങ്ങളിൽ പ്രചരിച്ചതോടെ വിദേശ വിനോദസഞ്ചാരികളടക്കം ഒട്ടേറെ പേർ മടങ്ങിയതായും ബുക്കിംഗുകൾ റദ്ദാക്കിയതായും ടൂർ ഓപ്പറേറ്റർമാരും ഹോം സ്റ്റേ ഉടമകളും ചൂണ്ടിക്കാട്ടി. വിദേശ വിനോദസഞ്ചാരികളാണ് യാത്ര വെട്ടിക്കുറയ്ക്കുന്നത്. ആഭ്യന്തര വിനോദസഞ്ചാരികളും ചെറിയ തോതിൽ കൊച്ചിയിലെ നഗര ടൂറിസം കേന്ദ്രങ്ങളെ ഒഴിവാക്കുന്നതായും ട്രാവൽ ഏജൻസികളും പറയുന്നുണ്ട്. കൊതുകുജന്യമായ ഡെങ്കിപ്പനി പറയുന്നതിലുള്ള ആശങ്ക നിലവിൽ കൊച്ചിയിലുള്ള വിനോദസഞ്ചാരികളും പങ്കുവയ്ക്കുന്നുണ്ട്. കോവിഡ് കാലം തകർത്ത വിനോദസഞ്ചാര മേഖല പ്രതീക്ഷകളുമായി ഉയർത്തെഴുന്നേൽക്കുമ്പോഴാണ് ഡെങ്കിപ്പനി ഭീഷണി ഉയർത്തുന്നത്. ഈ വാർത്തയോടുകൂടെ BMC റേഡിയോ മലയാളം വാർത്തകൾ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം.
അങ്കമാലി പ്രദേശത്തെ കലാവിദ്യാർത്ഥികൾക്ക് സുവർണ അവസരം. ലോക പ്രശസ്ത കലാവിദ്യാലയമായ കൊച്ചിൻ കലാഭവന്റെ അങ്കമാലി ഫ്രാഞ്ചൈസി കരയാമ്പറമ്പിനടുത്ത് എളവൂർ കവലയിലുള്ള സ്പ്രിംഗ്ഫീൽഡ് കെട്ടിടത്തിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ക്ലാസിക്കൽ ഡാൻസ്, സിനിമാറ്റിക് ഡാൻസ്, കർണാട്ടിക് മ്യൂസിക്, സൂംബ ഡാൻസ് എന്നീ വിഷയങ്ങളിൽ പ്രഗത്ഭരായ അധ്യാപകർ ക്ലാസുകൾ നയിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക 9995208614.